എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ICTയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, which of the following is a software that displays unwanted or sometimes irritating pop-up advertisement which can appear on your computer or mobile phone? അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, പോപ്പപ്പ് അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലും ഫോണിലൊക്കെ വരാറുണ്ട്. അപ്പം ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സ്പൈവെയർ, ആഡ്വെയർ, വോം, ട്രോജൻ ഹോഴ്സ്. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 ആണ്, ആഡ്വെയർ ആണ്. ആഡ്വെയർ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണിലൊക്കെ നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ അഡ്വർടൈസ്മെൻറ്റുകൾ കയറി വരാറുണ്ട്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് അത് സ്ലോ ആണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു നിശ്ചിത ടൈം കഴിയാണ്ട് അത് മാറത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ളത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് ആഡ്വെയർ എന്നുള്ളത്. വേം എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ് റീഡ് മെനി എന്നുള്ളതാണ്. അതായത് വൈറസുകളെ പോലെ പെരുകുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേം എന്ന് പറയുന്ന. വൈറസുകളെ അപേക്ഷിച്ച് മറ്റ് പ്രോഗ്രാമുകളെ കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റുള്ളവയിലേക്ക് വ്യാപിക്കുകയാണ് വേം ചെയ്യുന്നത്. ഇതിന് സ്വയം ഇരട്ടിക്കാനും സ്വയം വ്യാപിക്കാനും സാധിക്കും. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഹാനികരമല്ലാത്ത പ്രോഗ്രാമാണ് തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ മാൽവെയറുകളാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ മറ്റൊരാൾക്ക് എത്തിയിരിക്കുന്ന ചാരു സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് ആക്സസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അതായത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ റിസോഴ്സ് ടൂൾ കിറ്റ് സിസ്റ്റം, ERP സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, നോളജ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആക്സസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അത് യൂസേഴ്സിനെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂൾസുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ദ ബേസിസ് ഓഫ് ദ കവറേജ് ഏരിയ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് 4 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് A to D. അതായത് A മുതൽ AD വരെ 4 ടൈപ്പ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കവറേജ് ഏരിയ അനുസരിച്ച് അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാൻ, ലാൻ, മാൻ, പാൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ആദ്യം പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് വരും, അതിനുശേഷം ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വരും, അതിനുശേഷം മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വരും, അതിനുശേഷം ലാസ്റ്റ് വാൻ വരും വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയുടെ കൈവശമുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡെസ്ക്ടോപ്പ്, പ്രിൻ്റർ, ലാപ്ടോപ്പ്, മൊബൈലൊക്കെ കണക്ട് ചെയ്ത് വെക്കുമല്ലോ. അതിനാണ് ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ പരിധിയിൽ വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ലാൻ എന്ന് പറയുന്നത്, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് വളരെ ചെറിയ മേഖലയിൽ മാത്രമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഈ ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരു കെട്ടിടത്തിലോ അതിലൊരു ഓഫീസ് മുറിക്കുള്ളിലോ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, അതാണ് ഈ ലാൻ്റെ ഇതിൽ വരുന്നത്. അതിനുശേഷം വരുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നഗരത്തിലെ കുറച്ച് വലിയ മേഖലകളെയോ കമ്പ്യൂട്ടറുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. മാൻ്റെ വൃത്തപരിധി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. അതായത് ലാനിനെയും സ്വകാര്യ കമ്പ്യൂട്ടറുകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് മാൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് കേബിൾ TV എന്ന് പറയുന്നത്. അതിൻ്റെ ഉടമസ്ഥത നിയന്ത്രണം ഒരു വലിയ സ്ഥാപനത്തിനോ ഗവൺമെൻറ്റിനോ ഒക്കെ ആയിരിക്കും. ഇനി ലാസ്റ്റ് വരുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ പരിധിക്കും അപ്പുറം പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നതാണ് വാൻ എന്ന് പറയുന്നത്. അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്.
വളരെ വേഗത്തിലും അതുപോലെ തന്നെ കൃത്യതയോടും കൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാനായിട്ട് വാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വാൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. വാൻ്റെ മറ്റു ഉദാഹരണങ്ങളിൽ പെടുന്നതാണ് ATM ഫെസിലിറ്റീസ്, റെയിൽവേ, ബാങ്കിങ്, അതുപോലെ തന്നെ ടെലിഫോൺ ലൈന്, സാറ്റലൈറ്റ് ലിങ്ക് എന്നിവയെല്ലാം. ഈ പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിവരവിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ വാൻ മേഖലയിൽ അല്ലെങ്കിൽ വാനിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ആർ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസസ് ഉള്ളി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഔട്ട്പുട്ട് ഡിവൈസ് മാത്രമായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കാനർ, പ്ലോട്ടർ, ലൈറ്റ് പെൻ, പ്രൊജക്ടർ, സ്പീക്കർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, അതായത് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് വരുന്നത് പ്ലോട്ടറും അതുപോലെ തന്നെ പ്രൊജക്ടറും സ്പീക്കറുമാണ്. സ്കാനർ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്ലോട്ടറും പ്രൊജക്ടറും സ്പീക്കറുമാണ് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ICT ടേംസ്, VIP, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, VPN, WW എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2 അതിൻ്റെ ഡെഫിനിഷൻ, എ ടൂൾ ഫോർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more people sending text message to their device, a system of interlinked hypertext document accessed via the internet, the technology that allows you to talk with other people using the internet, a network that protects data by encrypting network traffic. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അത് VoIP എന്ന് പറഞ്ഞാൽ ടെക്നോളജി ദാറ്റ് അലൗസ് യു ടു ടോക്ക് വിത്ത് അതർ പീപ്പിൾ യൂസിങ് ദ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിൽ കൂടെ സംസാരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് VoIP എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞാൽ ടൂൾ ഫോർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more people sending text message to their devices. നമ്മൾ മെസ്സേജ് അയക്കുന്നത്. ഇനി VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ദാറ്റ് പ്രൊട്ടക്ട്സ് ഡേറ്റ ബൈ എൻക്രിപ്റ്റിംഗ് നെറ്റ്വർക്ക് ട്രാഫിക്. അതായത് നെറ്റ്വർക്ക് ട്രാഫിക് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. WWW എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഹൈപ്പർടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ആക്സസ്ഡ് വിയ ദ ഇൻ്റർനെറ്റ്. അത് നമ്മൾ സെർച്ച് ചെയ്യൂല. അതാണ് ഈ WWW, വേൾഡ് വൈഡ് വെബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, with reference to computer networking, which of the following statement is true of an intranet? അതായത് ഇൻട്രാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് വിതിൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ആൻഡ് ടെക്നോളജീസ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കവേഴ്സ് എ വൈഡ് ഏരിയ വിത്ത് എ ഹെൽപ്പ് ഓഫ് റെൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് വെയർ എ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ആക്ട് ആസ് എ ഗേറ്റ്വേ ഫോർ അതർ ഡിവൈസസ്. ഇറ്റ് ഈസ് എ വൈഡ്ലി അവൈലബിൾ പബ്ലിക് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് വിതിൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് ആൻഡ് ടെക്നോളജീസ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ളിലെ കമ്പ്യൂട്ടറുകളുടെ ആ ഒരു നെറ്റ്വർക്കിനാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് പോലെ തന്നെ ഒരു സ്ഥാപനത്തിനുള്ളിൽ TCP or IP പ്രോട്ടോകോൾ ഉപയോഗിച്ച് പങ്കുവയ്ക്കുന്ന വിവരം, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള സ്വകാര്യ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റ്, ഇമെയിൽ, ഫയൽ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെയുള്ള എല്ലാ സേവനങ്ങളും ഇൻട്രാനെറ്റിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് അക്രോണിം ആൻഡ് ഇറ്റ്സ് എക്സ്പാൻഷൻ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിരിക്കുന്ന അക്രോണത്തിൻ്റെ അകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. CD-ROM കമ്പ്യൂട്ടർ ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി, CRT കാഥോഡ് റേ ട്യൂബ്, MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, AVI ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അതായത് ഇൻകറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് CD-ROM ആണ്. CD-ROM എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി എന്നാണ്. കമ്പ്യൂട്ടർ ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി എന്നല്ല, ഇതൊരു WOM ആണ്. അത് റൈറ്റ് വൺസ് റീഡ് മെനി ആ ടൈപ്പ് വരുന്ന ഒരു മെമ്മറിയാണ്. അതായത് നമ്മുടെ ഓഡിയോ CD, ഫിലിം CD അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. CRT കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വേക്കം ട്യൂബാണ്. അതായത് നമ്മുടെ ഈ TV-യിലൊക്കെ ആ ഒരു സ്ക്രീനിൽ TV-യുടെ സ്ക്രീനിൽ ആ ഇമേജസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് CRT ആണ്. അതായത് കാഥോഡ് റേ ട്യൂബാണ്. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷനാണ്. അത് ഈ ചെക്ക് പോലുള്ള ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിലെ ക്യാരക്ടറിനെയൊക്കെ എൻകോഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് MICR എന്ന് പറയുന്നത്. AVI എന്ന് പറഞ്ഞാൽ ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്. അതൊരു മൾട്ടിമീഡിയയുടെ ഒരു ഫോമാറ്റാണ്.
Next question, identify the sequence of words A to E that correctly fills the blanks in the following paragraph. അതായത് എ മുതൽ ഇ വരെ കുറച്ച് നമുക്കൊരു ഡാഷ് ഇട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് യൂസസ് വിൻഡോസ് ഐക്കൺസ് മെനൂസ് ആൻഡ് പോയിൻറ്റേഴ്സ് ഫോർ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് ഇൻട്രാക്ഷൻ ഈസ് നോൺ as ഡാഷ്. Post WAMP interface found on devices like iPad, iPod and mobile phone make use of dash technology that allow us to use our fingers to select icons and menu. Post WAMP interface allow us to use dash, rotating and swiping techniques. The technology that allow users to store documents and program and data on internet is known as dash. Documents created using Google Docs are stored dash on the internet and can be accessed anywhere at any time. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. ടച്ച് സ്ക്രീന്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, GUI, റിമോട്ട്ലി, പിഞ്ചിങ് എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അത് നമുക്ക് നോക്കാം. ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് യൂസസ് വിൻഡോസ് ഐക്കൺസ് മെനൂസ് ആൻഡ് പോയിൻറ്റേഴ്സ് ഫോർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ ഈസ് നോൺ as ഡാഷ്. GUI എന്നുള്ളതാണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ വിൻഡോസും ഐക്കൺസും മെനൂസും പോയിൻറ്റേഴ്സും ഒക്കെ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ GUI എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളതാണ് GUIയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് ഈ GUIയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ, അതായത് ഹ്യൂമൻസ് കമ്പ്യൂട്ടറിലെ ഐക്കൺസൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. Post WAMP interface found on devices like iPad, iPod and mobile phone make use of dash. Touch screen technology that allows us to use our fingers to select an icons and menus. അതായത് ഐപാഡിലും ഐപോഡിലും മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ പോസ്റ്റ് WAMP ഇൻ്റർഫേസ് ആണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടച്ച് സ്ക്രീൻ, അതായത് നമ്മൾ ഐപാഡിലും ഐപോഡിലും ഒക്കെ നമുക്ക്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും, നമ്മുടെ കൈ കൊണ്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് WAMP ഇൻ്റർഫേസ് ഫൗണ്ടാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ്. അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടച്ച് സ്ക്രീനാണ്. നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. പോസ്റ്റ് WAMP interface allow us to use dash, rotating and swiping techniques. അതായത് ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനും സ്വൈപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പിഞ്ചിങ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോസ്റ്റ് WAMP ഇൻ്റർഫേസൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ അകത്ത് നമ്മൾ സൂം ചെയ്യും, അതുപോലെ തന്നെ അത് ചെറുതാക്കും വലുതാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന എന്ത് ടെക്നിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിഞ്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ടെക്നോളജി ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു സ്റ്റോർ ഡോക്യുമെൻറ്റ്സ്, പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ ഓൺ ഇൻ്റർനെറ്റ് ഈസ് നോൺ as. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ ഡോക്യുമെൻറ്റ്സും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ലാസ്റ്റ്, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് ഗൂഗിൾ ഡോക്സ് ആർ സ്റ്റോർഡ് ഡാഷ് ഓൺ ദ ഇൻ്റർനെറ്റ് ആൻഡ് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ അറ്റ് എനി ടൈം. അതായത് നമ്മുടെ ഗൂഗിൾ ഡോക്സിലൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? റിമോട്ട്ലി ആണ്. അത് നമുക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ആർ കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസ് ഉള്ളത്? നമ്മളോട് കുറച്ച് മുമ്പ് ചോദിച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന്? DVD, ജോയ്സ്റ്റിക്ക്, പ്ലോട്ടർ, ടച്ച് പാഡ്, മൈക്രോഫോൺ. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ജോയ്സ്റ്റിക്ക്, ടച്ച് പാഡ്, മൈക്രോഫോൺ എന്നിവയാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലോട്ടർ ഓൾറെഡി നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എറർ മെസ്സേജ് MS Excel, അതായത് MSSലെ എറർ മെസ്സേജുകളാണ് കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് 2 എറർ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ A #കളാണ്, B #വാല്യൂ, C #ref, D #div/o എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഈ #, ഒത്തിരി വരുമ്പം നമ്മുടെ ഒരു സെല്ലിൽ ഒത്തിരി നമ്പേഴ്സ് ഉണ്ടെന്നാണ്. അതായത് നമുക്കതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല.
അങ്ങനെയുള്ള വരുമ്പോഴാണ് നമ്മൾ ഈ ഹാഷ്ടാഗുകൾ ഒത്തിരി വരുന്നത്. ഇനി ഹാഷ്ടാഗ് വാല്യൂ എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ അരിത്തമെറ്റിക് ഫോർമുല കണ്ടെയ്ൻസ് ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ നമ്പർ, അതായത് നമ്പറിന് പകരം അരിത്തമെറ്റിക് ഫോർമുലയിൽ ടെക്സ്റ്റ് വരുമ്പോഴാണ് ഹാഷ്ടാഗും വാല്യൂവും കാണിക്കുന്നത്. ഇനി ഹാഷ്ടാഗ് റഫ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ഇൻവാലിഡ് സെല്ലിനെ പോയിൻ്റ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. ഈ ഹാഷ്ടാഗ് div/o എന്ന് പറയണത് നമ്മൾ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു എംപ്റ്റി സെല്ലിലാണ് പോയിൻ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കാണിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ICTയിലെ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്